ആ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാണോ നോക്ക്. എല്ലാം ഉണ്ടോ ഞാൻ നോക്കി. എന്നാലും നീ ഒന്നും നോക്കിയേക്ക്. അത് അന്ന് നമ്മൾ വിസയ്ക്ക് കൊണ്ടുപോയ പോലെ തന്നെ ഇരിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ US-ലേക്കുള്ള ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കുകയായിരുന്നു. പാക്കിങ്ങും പിന്നെ കുറച്ച് അതിന് മുന്നേ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരണേ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ ഗാറ്റ്വിക് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെയാണ് നമ്മുടെ US-ലേക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറേ ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, US-ലേക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചധികം ടെൻഷനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മെൻ്റലി ഒട്ടും സ്റ്റേബിൾ ഒന്നും അല്ലായിരുന്നു. കുറച്ച് വീക്കൊക്കെ ആയിരുന്നു, ഇമോഷണലി വീക്കൊക്കെ ആയിരുന്നു ഞാൻ. ടെൻഷൻ അതിൻ്റെ പീക്കിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുങ്ങി പകുതി ആയപ്പോഴാണ് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെയാണ് ഒരുക്കം സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും എവിടെ പോയാലും നമ്മൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങാറുള്ളൂ. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലും വിളക്കൊക്കെ കൊളുത്തി വെക്കും. നമ്മുടെ ജേർണിയിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരരുത് എന്നുള്ളൊരു ഇതിൽ അത് ഈ ജേർണിയിൽ നമ്മൾ മറക്കാതെ തന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വിശാഖത ഊബറൊക്കെ ബുക്ക് ചെയ്തു. ഇതാണ് ഞാൻ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്ത വീട് കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കയറി കണ്ടു നോക്കണേ. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമുക്കിതാ ഇത്രയും പെട്ടികളുണ്ട്. വീണ്ടും വീണ്ടും ലോക്ക് ചെയ്തോ, ഡോറൊക്കെ ലോക്ക് ചെയ്തോന്നും സംശയം തീരാതെ വീണ്ടും വീണ്ടും വിശാഖ പോയി നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ഗാറ്റ്വിക്കിലേക്ക് പോകും. അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ജേർണി. ആ ദീർഘശ്വാസം നിങ്ങൾ കേട്ടത് നമ്മളൊരു 7-8 മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ട്രെയിനിൽ കയറുക, പോവുക, അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലണ്ടൻ സെൻറ്റ് പാൻക്രാസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കോർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വിക്കറ്റ് മ്യൂസിക് തീമായിരുന്നു കേട്ടോ. 4000 മണിക്കൂർ എങ്ങാണ്ടും എടുത്തിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ് ഞാനിങ്ങനെ വായിച്ചപ്പോൾ കണ്ടത്. എന്തായാലും നമ്മൾ അവിടുന്ന് അടുത്ത നമ്മുടെ തേംസ് ലിങ്ക് പിടിക്കണം. നമുക്ക് ലണ്ടൻ സെൻറ്റ് പാൻക്രാസിൽ നിന്ന് തേംസ് ലിങ്ക് പിടിച്ചിട്ടാണ് നമ്മൾ ഇനിയും ഗാറ്റ്വിക് എയർപോർട്ടിന് അവിടേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ആ ട്രെയിനും വന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല വണ്ടടിച്ചിരിക്കുകയാണ്. നല്ല സന്തോഷമൊക്കെ ഉണ്ട് മനസ്സിൽ. ഭയങ്കര നമ്മൾ കുറേ നാൾ കൂടി നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകുന്നതാണ്. അതിനൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൗത്ത് ടെർമിനലിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഷട്ടിൽ എടുക്കണം. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് നമുക്ക് ഡയറക്റ്റ് കയറിപ്പോവാം കേട്ടോ. നമുക്ക് ഈ എയർപോർട്ടിന് ടെർമിനലിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഹോട്ടലിലേക്കുള്ള എൻട്രി. ഇതിപ്പോൾ ഞങ്ങൾ 3-4 പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴൊക്കെ ഇങ്ങനെയാണ് ബുക്ക് ചെയ്തത്. അത് ഭയങ്കര ഒരു കംഫർട്ടായിട്ട് നമുക്ക് തോന്നി കേട്ടോ. നമുക്ക് ആ ഒരു രാവിലത്തെ ആ ഒരു ഭയങ്കര ഒരു നമുക്ക് കുറച്ച് ഹസിൽ ഫ്രീ ആയിട്ട് നമുക്ക് എയർപോർട്ടിൽ യാത്ര ചെയ്യാനായിട്ട്, ഐ മീൻ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് പറ്റും. അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ടയേർഡായ പോലെ, ഐ മീൻ നമുക്ക് ആ ടെൻഷനൊക്കെ അടിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണേ. വിളിക്കാൻ പോകണം. സോ അതെ, നമ്മൾ ദാ ഹോട്ടലിൽ വന്ന് കയറി. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഫ്രഷായി. ഇനിയിപ്പം വേറൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കും. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. അപ്പം ഫുഡ് കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങണം. അതിനിടയ്ക്ക് നമുക്ക് പെട്ടി ചെറുതായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കിടന്നുറങ്ങാൻ പോവാണ് സ്വസ്ഥമായിട്ട്. നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് എയർപോർട്ട് ഹോട്ടൽസ് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ രാവിലത്തെ ബാക്കി ട്രാവലും കാര്യങ്ങളും കൂടി ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക്
കിടന്ന് ഉറങ്ങാം. ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത കുറച്ച് ചോറ് മാത്രമുണ്ട്, പിന്നെ തൈരുമുണ്ട്, വേറെ ഒന്നുമില്ല. അതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റു. നമ്മളിപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ്. റോങ്ങാ. അപ്പോൾ ഇവിടെ ഒരു 7 മണിയായിട്ടേ ഉള്ളൂ. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ. എന്നിട്ട് പെട്ടിയിൽ കുറച്ച് പാക്കിങ്സ് ഉണ്ടായിരുന്നു. വിശാലിന് ചെറിയൊരു വർക്കുണ്ടായിരുന്നു. അപ്പോൾ ധാരാടെ കുത്തിയേക്കും 5th ഫ്ലോർ. വിശാലിന് ചെറിയൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയാൽ മതി. ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഹോട്ടലിൽ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് നമുക്കിനിയും ടെർമിനലിലേക്ക് നമുക്ക് ഡയറക്റ്റ് നടന്ന് കയറാനായിട്ട് പറ്റും. അത് വളരെയധികം ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് തോന്നി കേട്ടോ. പക്ഷേ ഇപ്പോഴും ചെറുതായിട്ടൊരു ടെൻഷനുള്ള പോലെ ഒരു ഫീലുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു ടെൻഷനുണ്ട്. കാരണം നമ്മളിങ്ങനെ പണ്ട് തൊട്ടൊരു 10 കൊല്ലം മുന്നേ തന്നെ ഇങ്ങനെ US ചേച്ചി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ചേച്ചിയുടെ ടെൻഷൻസും ചേട്ടൻ്റെ ടെൻഷൻസും, അതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല, മറ്റേത് ചെക്കിങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ UK വന്നപ്പോൾ ഏകദേശം അതുപോലെ ആയിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ട്രോമ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഒരു ടെൻഷനുണ്ട് US പോവാണ് എന്നൊക്കെ ആലോചിക്കുമ്പം. എന്തായാലും ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ലാതെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഒഴിച്ചാൽ ഇതാ കറൻസി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് ലാസ് വേഗാസിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിനിയും ബാഗൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്താലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ വരാം. എയർപോർട്ടിൽ വന്നിട്ടുള്ള കറൻസി എക്സ്ചേഞ്ച് നല്ല നഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ മാക്സിമം എയർപോർട്ടിൽ വന്നിട്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ദിസ് ടൈം കുറച്ച് നമ്മൾ ടൈറ്റ് ആയിപ്പോയി. നമുക്ക് ഏകദേശം ഒരു $20 നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അതിന് ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക്, ഗേറ്റിലേക്ക് പോവുകയാണ്. ഏകദേശം സെയിം ടൈം ആയിരുന്നു കേട്ടോ. നമ്മൾ ഫ്യൂ അവേഴ്സ് മാത്രമേ നമുക്കവിടെ, ഫ്യൂ അവേഴ്സ് അല്ല, ഒരു 1 hour ഹാഫ് hour മറ്റേ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. ഈ എയർപോർട്ടിൽ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടായിരിക്കും രാവിലെ എണീറ്റ് നല്ല ഉറക്കമൊക്കെ കിട്ടി. രാവിലെ എണീറ്റ് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു വലിയ ടെൻഷൻ അവോയ്ഡ് ചെയ്ത് നമുക്ക് എയർപോർട്ടിൽ വരാനായിട്ട് പറ്റി കേട്ടോ. സോ നമ്മൾ ചെക്കിനും ബാഗേജ് ഡ്രോപ്പും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്താ ഫ്ലൈറ്റിൽ വന്ന് കയറിയിട്ടുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ഫൈനലി വി ആർ ഗോയിങ് ടു അമേരിക്ക. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് മൂവി കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്ലൈറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിൽ ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എയർപോർട്ട്സും പില്ലോസും ബ്ലാങ്കറ്റ്സും ഐ മാസ്കും ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത്, നമ്മുടെ സാധാരണ വിൻഡോയിൽ, നമ്മുടെ എയർപ്ലെയിൻ്റെ വിൻഡോയിൽ ഇങ്ങനെ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നൊരു സംഭവമല്ലേ, ഇവിടെ പക്ഷേ അങ്ങനെയല്ലായിരുന്നു. താഴെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡാർക്കാവും. അങ്ങനെ അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലൈറ്റിൽ. അത് ഞാൻ വേറൊരു ഫ്ലൈറ്റിലും കണ്ടിട്ടില്ല. അങ്ങനെ മൂവിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഫുഡ് വന്നത്. ഈ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു നോർവേ, ആ ഒരു നൊവേർജിയൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ഒരു വേറൊരു ഫ്ലേവറൊക്കെ ആയിരുന്നു. പിന്നെ വിശാഖിൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഒരു ഹോളിവുഡ് ഡയറക്ടറായിരുന്നു കേട്ടോ. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറോ മറ്റോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ മറക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ഹൊറർ മൂവി തന്നെ കാണാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഒരുപാട് എയർലൈൻസിൽ ഇങ്ങനെ ഹൊറർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നോക്കുമ്പം പ്രേതത്തിനെ കണ്ടു, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാനും വിചാരിച്ചെന്നാൽ ഹൊറർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിതാ ലാസ് വേഗാസിൽ എത്താറായി. ഞാനിങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ കൗണ്ട് ചെയ്തിരിക്കുകയാണ്. അരമണിക്കൂർ, 15 minutes, 10 minutes, 0 minute അങ്ങനെയൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്തു കേട്ടോ ലാസ് വേഗാസിൽ.
അങ്ങനെ ലാൻഡ് ചെയ്തിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടെർമിനലിൽ പോയിട്ട് നമുക്ക് എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി അടുത്ത ടെർമിനലിൽ പോയിട്ട് വേണം നമുക്ക് അരിസോണയിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. നമ്മൾ ലാസ് വേഗാസിലെ എയർപോർട്ടിൽ തന്നെ നമുക്ക് ഫുള്ളും ഇങ്ങനെ കാസിനോസിൻ്റെ സംഭവങ്ങളും ഗ്യാംബ്ലിങ്ങിൻ്റെ മറ്റേ ആ ഒരു കയോസ്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര വൈബായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വൈബ് അടിക്കാനൊന്നും സമയമില്ലായിരുന്നു. അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് നമുക്ക് അരിസോണയിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് എടുത്തു. ഈ ഫ്ലൈറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നടുക്കിതാ ഇങ്ങനെ ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ബാഗും കാര്യങ്ങളും ഒക്കെ വെക്കാം. ആ സീറ്റിൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല, ബട്ട് നമ്മുടെ സാധനങ്ങളും ലഗേജും ഒക്കെ വെക്കാനായിട്ട് പറ്റുമായിരുന്നു. ഫൈനലി നമ്മൾ ഫീനിക്സിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ചേട്ടൻ വരും. ചേട്ടൻ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണം, എന്നിട്ട് ചേട്ടനെ കാണണം അല്ലേ. അപ്പം ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ചേട്ടനെ കാണുന്നതും പിന്നെ പിള്ളേരെ കാണുന്നതും അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നതും ഒക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 1 hour ഉള്ളൊരു ലെങ്തി വീഡിയോ ആവും. അത് കാണുന്ന നിങ്ങൾക്കും ബോറടിയാണ്, എഡിറ്റ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.